ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മാഷ ശ്രീജ വന്നിട്ട് ഭക്ഷണം കഴിക്കാൻ വിളിക്കുകയാണ്. അപ്പം മാഷ് വന്നിട്ട് ഭക്ഷണം കഴിക്കാനിരിക്കണം. അപ്പോഴേക്കും വിക്രം വരും. വിക്രം വന്നു, വാ ഇരിക്കുന്നു പറഞ്ഞിട്ട് മാഷ് ഇങ്ങനെ വിക്രമിനെ വിളിക്കുമ്പോൾ വിക്രം അവിടെ വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ കമലാമ്മ ശ്രീജനോടും അതുപോലെ തന്നെ നദിനോട് ഇരിക്കാൻ പറയുമ്പോൾ അവർ പറയും ഞങ്ങൾ പിന്നെ ഇരുന്നോളാന്ന് പറയാനിട്ടോ. അപ്പോൾ കമല നീ ഇരിക്കുമെന്ന് പറയും കേട്ടോ. അവർ പിന്നെ ഇരുന്നോളൂന്ന് മാഷ് പറയുകയാണ്. അപ്പോൾ എനിക്ക് ഈ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന്. അപ്പോൾ ഭക്ഷണം കഴിഞ്ഞിട്ട് പോരെയെന്ന് കമലാമ്മ ചോദിക്കുമ്പോൾ വേണ്ട, ഇപ്പോഴാണല്ലോ എല്ലാവരും എനിക്ക് ഒറ്റയ്ക്ക് കിട്ടുക ഇതേപോലെ എന്ന് പറയാണ്. അപ്പോൾ വിശ്വം പറയാണ് അത് അച്ഛൻ്റെ തോന്നലാണ്, അച്ഛൻ ഏത് സമയത്ത് വിളിച്ചാലും ഞങ്ങൾ വരുമല്ലോ എന്ന് പറയുകയാണ്. അത്രയും നല്ല അനുസരണമുള്ള മക്കളാണ് എനിക്കെന്ന് പറഞ്ഞതിൽ വളരെ സന്തോഷം എന്നൊക്കെ പറയുകയാണ്. വേദ ഈ വീട്ടിൽ നിന്ന് പോയതിനെക്കുറിച്ച് നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണെന്ന് അറിയണം, എന്നിട്ട് വേണം എനിക്ക് കാര്യങ്ങൾ തുടങ്ങാമെന്ന് പറയാൻ കേട്ടോ. അപ്പോൾ എല്ലാവരോടും ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ വിശ്വനോട് ചോദിക്കുമ്പോൾ വിശ്വം പറയും ശ്രീനിവാസനായിട്ടുള്ള കാരണമാണ് പോയതെന്ന് പറയുന്നത്. പക്ഷേ ശരിക്കുള്ള കാരണം എന്താണെന്ന് നമുക്കറിയില്ലല്ലോ അച്ഛന്ന് പറയുകയാണ്. അതിനുശേഷം ശ്രീജനോട് ചോദിക്കുമ്പോൾ ശ്രീജ പറയുന്നുണ്ട് എനിക്കങ്ങനെ തോന്നുന്നില്ല, കാരണം ശ്രീനിവാസനായിട്ട് ഒരു വർഷമായിട്ട് വിക്രമിന് കൂട്ടുണ്ടല്ലോ, വേദ വന്നിട്ട് ഇവിടെ ഒരു വർഷമായി. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാരണത്തോട് എനിക്ക് വിശ്വാസമില്ല, വേദം തിരിച്ചു വരുന്ന തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത്. അപ്പോൾ നന്ദിനിയുടെ അഭിപ്രായം ചോദിക്കുകയാണ്. അപ്പോൾ നന്ദിനി എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്ദിനിയോട് ചോദിക്കുകയാണ് വേദ പോയതിൽ നന്ദിനിക്ക് സന്തോഷമാണോ ദുഃഖമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. സത്യം പറയാലോ അച്ഛാ, എനിക്ക് അത്രയ്ക്ക് വലിയ ദുഃഖമൊന്നുമില്ല, മറിച്ച് സന്തോഷം ഉണ്ടല്ലേ, കുറച്ച് സന്തോഷമുണ്ട് എന്ന് പറയും കേട്ടോ. വേദയോട് ഉള്ള കുശുമ്പ് കൊണ്ടാണോ എന്ന് ചോദിക്കാൻ കേട്ടോ. പൊതുവേ കുറച്ച് എനിക്ക് കുശുമ്പൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേദ ഈ വീട്ടിൽ വന്നതിന് ശേഷം അമ്മയ്ക്ക് പോലും എന്നോടുള്ള പെരുമാറ്റത്തിൽ വ്യത്യാസമുണ്ട് എന്ന് പറയും കേട്ടോ. അതെന്താ എന്ന് കമലാമ്മ ചോദിക്കുകയാണ്. അന്നേരം നന്ദിനി പറയുന്നുണ്ട് എന്നെക്കാളും ശ്രീജേടത്തേക്കാളും ഇഷ്ടം വേദനയാണ് അമ്മയ്ക്ക് എന്ന് പറയും കേട്ടോ. അപ്പോൾ ശ്രീജ പറയും എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. അത് പിന്നെ ശ്രീജേടത്തിൻ്റെ തല വരെയും വെള്ളം വന്നാലും കാലിൻ്റെ അടി നനയാനുള്ള വെള്ളം മാത്രമേ ഉള്ളൂ എന്ന് ശ്രീജേടത്തെ പറയുള്ളൂ എന്ന് പറയും കേട്ടോ. എനിക്ക് എന്തായാലും അങ്ങനെയല്ല, അമ്മയ്ക്ക് നല്ല സ്വഭാവത്തിൽ വ്യത്യാസമുണ്ടെന്ന് എനിക്ക് മനസ്സിലുണ്ട്. അപ്പോൾ കമലാമ്മ പറയും അങ്ങനെയൊന്നുമില്ല, എനിക്ക് 3 പേരും ഒരുപോലെ തന്നെയാണ്, പക്ഷേ വേദ എല്ലാം ഇട്ടെറിഞ്ഞ് വന്നതാണല്ലോ എന്നുള്ളൊരു തോന്നൽ എൻ്റെ മനസ്സിലുണ്ടായിട്ടുണ്ട് എന്നൊക്കെ പറയും. അപ്പോൾ മാഷ് ചോദിക്കണം അതുകൊണ്ടാണല്ലേ നന്ദിനിക്ക് വേദനയോട് ഉള്ള ദേഷ്യം, അല്ലാണ്ട് പ്രത്യേകിച്ച് ദേഷ്യ വൈരാഗ്യമൊന്നും ഇല്ലല്ലേ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെയൊന്നുമില്ല എന്ന് നന്ദിനി പറയട്ടോ. അന്നേരം മാഷ് ചോദിക്കുകയാണ് പിന്നെ എന്തിനാണ് വേദന വീട്ടുകാരെ കൂട്ടുപിടിച്ച് വേദന ഈ വീട്ടിൽ നിന്ന് ഒഴിപ്പിക്കാനായിട്ട് നിങ്ങൾ ശ്രമിച്ചത്, നീയും നിന്റെ ഭർത്താവെന്ന് പറയാണ് കേട്ടോ. അപ്പോൾ നന്ദിനി പെട്ടെന്ന് ഞെട്ടാണ് കേട്ടോ. വിക്രമ് നോക്കുകയാണ് കേട്ടോ വിനായകനെയും നന്ദിനിനെ. അപ്പോൾ അച്ഛൻ എന്തൊക്കെയാണ് പറയുന്നതെന്ന് വിശ്വം ചോദിക്കുകയാണ്. അതെ, വേദന വീട്ടുകാരുമായി ചേർന്ന് പലതവണ ഇവർ ഒത്തു കളിച്ചിട്ടുണ്ട്, വേദന പുറത്തിറക്കാനായിട്ട് ഇവർ ശ്രമിച്ചിട്ടുണ്ടെന്ന് പറയാനാണ്. അപ്പം നന്ദിനി ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അവരെ നിന്ന് പണം കൈപ്പറ്റിയിട്ടാവും വേദന ആങ്ങളിനായിട്ടും ഭർത്താവിനായിട്ടും ഇവർ പലതവണ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടെന്നൊക്കെ പറയാണ്. അപ്പോൾ കമലമ്മ മാഷ എന്തൊക്കെയാണ് പറഞ്ഞു തീർന്നില്ല കമലെ, ഇനിയുണ്ട് എന്ന് പറയാണ് കേട്ടോ. അന്ന് സുചീന്ദ്രത്ത് വെച്ച് ഇവൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് നീ ചോദിച്ചു നോക്ക് എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ വിനായകനൊന്നും മിണ്ടാണ്ട് കുമ്പിട്ടേക്കാണേ. എന്നിട്ട് പറയുന്നുണ്ട് അന്ന് ഞാൻ സുചീന്ദ്രത്ത് വെച്ച് നിങ്ങളുടെ ലോഡ്ജിലേക്കാണ് ഇറങ്ങി വന്നത്. അത് 2 കാരണമുണ്ട്. ഒന്ന് വിക്രമിനെ കൂട്ടി അമ്പലത്തിലൊന്ന് പോയിട്ട് എന്തെങ്കിലും ഒരു പാപപരിഹാരം ഉണ്ടെങ്കിൽ അത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്, രണ്ടാമത്തെ ഇവനെ അപ്പം തന്നെ അവിടെ നിന്ന് ആട്ടി ഇറക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ വന്നത്. പക്ഷേ അതെനിക്ക് എനിക്ക് ശരിയായില്ല, അത് ചെയ്യാൻ എനിക്ക് പറ്റിയില്ല. പക്ഷേ ആ സമയത്ത് എന്നെ ആരോ തട്ടിക്കൊണ്ട് പോയി മയക്കുമരുന്ന് എടുത്തി 2-3 ദിവസം മയക്കുമരുന്ന് തന്ന് ബോധം കെടുത്തിയിട്ട് ഞാനിവിടെ തിരിച്ചു വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇവൻ്റെ മനസ്സിൽ കുറ്റബോധത്തിൻ്റെ ചെറിയൊരു കണിക പോലും ഉണ്ടെന്ന്. എൻ്റെ കാല് പിടിച്ച് മാപ്പ് പറയാൻ ഇവൻ വരുന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇവൻ വന്നില്ല, ഇവനെ അഭിനയിക്കുകയായിരുന്നു എന്നൊക്കെ പറയാൻ കേട്ടോ. 2-3 ദിവസം ഞാൻ ഇവനെ നിരീക്ഷിക്കായിരുന്നു. പക്ഷെ എന്തൊക്കെയാണ് പറയുന്നതെന്ന് പറയാൻ കേട്ടോ. എന്താ സംഭവം എന്നൊക്കെ ചോദിക്കുകയാണ് കമലാമ്മ. അന്ന് അന്ന് എൻ്റെ റിട്ടയർമെൻറ്റിൻ്റെ ആ ദിവസം എൻ്റെ ബാഗിൽ മയക്കുമരുന്ന് വെച്ചത് വിക്രമല്ല, ഇവനാണ് എന്ന് പറയാൻ കേട്ടോ. അത് കേട്ടു മാഷ എന്തൊക്കെയാണ് പറയുന്നത് ചോദിക്കാൻ കേട്ടോ. സത്യമാണ് കമല ഞാനീ പറഞ്ഞത്, ഇത് അവൻ എന്നോട് സമ്മതിച്ച സംഭവങ്ങളാണ് എന്ന് പറയാൻ കേട്ടോ. ഇവനാണ് ആ മയക്കുമരുന്ന് എൻ്റെ ബാഗിൽ വെച്ചത്. അന്ന് ഞാൻ ജയിലിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വിക്രം അത് ഏറ്റെടുത്തതെന്നൊക്കെ പറയാൻ കേട്ടോ. ഇത് കേട്ടിട്ട് എല്ലാവരും ആകെ ഞെട്ടിത്തരിക്കുകയാണ്. നന്ദിനിയൊക്കെ ആകെ നിന്ന് വിയർക്കാണ്. അപ്പോൾ വിക്രമാണെന്നുണ്ടെങ്കിൽ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. ഇവൻ വിക്രമിൻ്റെ അടുത്ത് ജയിലിൽ പോയിട്ടേ ആരോട് പറയരുതെന്ന് അവനെ ചട്ടം കെട്ടി. അതുകൊണ്ടാണ് വിക്രമ പോലും ഇതിനെക്കുറിച്ച് തുറന്ന് പറയാതിരുന്നതെന്ന് പറയാൻ കേട്ടോ. എന്നിട്ട് ഇവൻ മാന്യനായി നടക്കുകയാണെന്ന് പറയാൻ കേട്ടോ. അപ്പോഴേക്കും വിശ്വന് ദേഷ്യം വന്നിട്ട് വിശ്വന് ചാടി എഴുന്നേറ്റിട്ട് വിനായകൻ്റെ മുഖത്തൊന്ന് ഒരൊറ്റ അടി കൊടുക്കുകയാണ്. എന്നിട്ട് പറയും എടാ വിനായക, ഇതിനേക്കാളും ഭേദം നിനക്ക് പോയി ചത്തൂടായിരുന്നടാ എന്ന് ചോദിക്കുകയാണ്.
പിന്നെ മാഷ് ചാടി എഴുന്നേൽക്കാണ് കേട്ടോ. മാഷ് എഴുന്നേറ്റിട്ട് പറയും, നീ നീ ഇനി ഇനി ഈ വീട്ടിൽ വേണ്ട, എഴുന്നേക്കടാ, എഴുന്നേക്ക് എന്ന് പറയട്ടോ. ഇപ്പം മനസ്സിലായില്ലേ കമലേ ഞാൻ എന്തുകൊണ്ടാണ് മരുമക്കളെ ഭക്ഷണത്തിൻ്റെ മുന്നിൽ ഇരിക്കാൻ പറയാഞ്ഞത്? കാരണം അവർ പുറത്തുനിന്ന് വന്നതാണ്, അവരെ എനിക്ക് ആട്ടിയിറക്കാൻ പറ്റൂല. അങ്ങനെ മാഷ് വീണ്ടും പറഞ്ഞു, എഴുന്നേക്കട നായേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കുകയാണേ. അങ്ങനെ വിനായകൻ എഴുന്നേൽക്കൂട്ടാ. എന്നിട്ട് പറയുന്നുണ്ട്, നിന്നെ മുഖത്തൊരടി തരണം എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ എൻ്റെ കൈ പോലും നാറും നിന്നെ അടിച്ചിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ നിന്നെ അടിക്കാത്തത്. സ്വന്തം കുടുംബത്തെ ഒറ്റ കൊടുത്തിട്ട് ഞെളിഞ്ഞ് നടക്കുന്നവൻ, നാണമില്ലാത്തവെന്നൊക്കെ പറഞ്ഞിട്ട് ചീത്ത പറയണേ. ഇറങ്ങി പോടാട്ട് മുന്നിൽ രണ്ടാണം, നേരം വെളുക്കുമ്പോൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊള്ളണം രണ്ടാണെന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ അവർ രണ്ടുപേരും അവിടെ ഭക്ഷണത്തിൻ്റെ അടുത്ത് നിന്ന് ഇറങ്ങിപ്പോകാണ്. മാഷും ഭക്ഷണം കഴിക്കാണ്ട് പോവുകയാണ്. അങ്ങനെ കമലാമ്മയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കേട്ട് ആകെ അന്തം വിട്ട് നിൽക്കുകയാണ് കേട്ടോ. കമലാമ്മ വിക്രമിൻ്റെ അടുത്ത് വന്ന് നിൽക്കുകയാണ്. വിക്രമാണെന്നുണ്ടെങ്കിൽ ഒരക്ഷരം പോലും പറയുന്നില്ല കേട്ടോ. കമലാമ്മ വന്നിട്ട് വിക്രമിൻ്റെ അടുത്ത് വന്നിട്ട് വിക്രമിൻ്റെ തോളിൽ ചായൊന്ന് പൊട്ടി കരയാണ് കേട്ടോ. വിക്രമാണെന്നുണ്ടെങ്കിൽ അമ്മനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അതിനുശേഷം കമലാമ്മ വിക്രമിൻ്റെ കവിളിൽ ഉമ്മ വയ്ക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് നന്ദിനിനെയും വിനായകനെയാണ്. വിനായകൻ എന്നുണ്ടെങ്കിൽ ഇങ്ങനെ അടി കിട്ടിയല്ലോ, അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഇതാക്കാണ് കേട്ടോ കവളത്ത് പിടിച്ചിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്ന് വിനായകൻ വന്ന് ചെയ്യുന്നത്. ഞാനാണോ അത് പറയേണ്ടത്? നിങ്ങളല്ലേ പറയേണ്ടത്, നിങ്ങളല്ലേ എല്ലാം ഒപ്പിച്ച് വെച്ചത്. അങ്ങനെ ഞാൻ മാത്രമല്ലല്ലോ ഒറ്റയ്ക്ക് ഒപ്പിച്ച് വെച്ചത്, നീ ഒപ്പിച്ച് വെച്ചിട്ടുള്ളത്. ഞാനെന്തോ ഒപ്പിച്ച് വെച്ചെന്ന് നോക്കിട്ടോ. അതെ, നീയെ വേദന പുറത്താക്കാനായിട്ട് ഇവിടെ പല തരികിടകളും നടത്തിയിട്ടില്ലേന്ന് ചോദിക്കൂട്ടോ. അതുകൊണ്ടല്ലല്ലോ അച്ഛൻ ഇവിടുന്ന് പുറത്തിറങ്ങാൻ പറഞ്ഞത്, നിങ്ങൾ കാരണല്ലേ. നിങ്ങളത് എന്നിൽ നിന്ന് പോലും മറച്ചു വെച്ചില്ലേ. നിന്നോട് പറയാൻ ഞാൻ മനഃപൂർവ്വമാണ്. എന്നിട്ടിപ്പോൾ എന്തുണ്ടായി? ഇപ്പം പുറത്തിറങ്ങി പോകേണ്ടി വന്നില്ലേ. ഇന്ന് രാത്രി തന്നെ ഇറങ്ങി പോകാൻ പറയാൻ നന്നായി. നാളെ നേരം വെളുക്കുമ്പോൾ എവിടെ പോയി താമസിക്കും? അപ്പോൾ വിനായകൻ പറയാണ്, എന്ത് ചെയ്യും? എന്ത് ചെയ്യുമെന്ന് നിങ്ങൾ തന്നെ പറയും. വല്ല വാടക വീടൊന്നും കിട്ടൂല ഈ സമയത്ത്. വാടക വീട് കിട്ടൂല. കാരണം അച്ഛനെ പിണക്കിയിട്ട് ഈ നാട്ടിൽ വാടക വീട് കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കത് സംശയമാണ്. പിന്നെ ഇനിയിപ്പോൾ എന്ത് ചെയ്യും? നിൻ്റെ വീട്ടിൽ പോയാലോ? അങ്ങോട്ട് ചെന്നാൽ മതി, അമ്മേ ചൂലെടുത്ത് ഓടിക്കും. നിങ്ങളെക്കാൾ ബഹുമാനമാണ് എൻ്റെ വീട്ടിൽ നിങ്ങളുടെ അച്ഛന്, അറിയാലോ നിങ്ങൾക്ക് എന്ന് പറയുകയാണേ. പിന്നെ എന്ത് ചെയ്യും? ലോഡ്ജിൽ താമസിക്കേണ്ടി വരും, കുറേ നാൾ താമസിക്കേണ്ടി വരും എന്നൊക്കെ നന്ദിനി പറയാൻ കേട്ടോ. അതൊന്നും നടക്കണ കാര്യമില്ല. എന്തായാലും നമ്മൾ എല്ലാ കാലം ഇവിടെ നിൽക്കാനായിട്ട് തീരുമാനിച്ചില്ല. പക്ഷെ പണമൊക്കെ ഓരോരോ കാര്യങ്ങളിലായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് പെട്ടെന്നൊരു മാറി താമസിക്കൽ നടക്കൂല എന്ന് പറയാണ്. അപ്പോൾ നന്ദിനി പറയാണ്, അതെ നമുക്കൊരു കാര്യം ചെയ്യാം, അച്ഛൻ്റെ കാല് പിടിച്ച് മാപ്പ് പറയും. അതൊന്നും അച്ഛൻ സഹിക്കൂല. അത് വെറുതെ പറയണതാണ്. നിങ്ങൾ അച്ഛൻ പറഞ്ഞ കാര്യം ശ്രദ്ധിച്ചില്ലേ? 2-3 ദിവസം അച്ഛൻ അച്ഛൻ്റെ അടുത്തേക്ക് വരുന്നു, മാപ്പ് പറയുന്നു വിചാരിച്ചിരുന്നു. അങ്ങനെ മാപ്പ് പറയായിരുന്നെങ്കിൽ അച്ഛൻ നിങ്ങളോട് ക്ഷമിച്ചേനേന്നല്ല പറയാം. നിങ്ങളൊരു കാര്യം ചെയ്യുക, അച്ഛനോട് ചെന്ന് കാല് പിടിച്ച് മാപ്പ് പറയും. ഞാനും മാപ്പ് പറയാം. മാത്രമല്ല അവസാന കാര്യം എന്നുള്ളതിനെനിക്ക് നിങ്ങളൊരു ആത്മഹത്യാ ഭീഷണി മുഴിക്കുക. വിഷം കഴിക്കാൻ? അതെ, അത്രയ്ക്ക് വലിയ വീര്യമുള്ള വിഷമൊന്നും വേണ്ട, ചെറിയ അത്ര വീര്യമില്ലാത്ത വിഷം വാങ്ങിച്ചിട്ട് ഡൈല്യൂട്ട് ചെയ്ത് കഴിച്ചാൽ മതി എന്ന് പറയാം കേട്ടോ. അയ്യോ, ഞാൻ വിഷമൊന്നും കഴിക്കില്ല, പിന്നെ ആര് കഴിക്കും? ഞാനോ? അപ്പം നീ കഴിക്കുന്നില്ല? ഞാനൊന്നുമില്ല. എന്തായാലും നിങ്ങൾ ചാവാതെ ഞാൻ നോക്കിക്കോളാം, നാളെ നമുക്ക് കാര്യങ്ങളൊക്കെ നടത്താം എന്ന് നന്ദിനി പറയുകയാണ്. പിന്നെ കാണിക്കുന്ന മാഷിങ്ങനെ, മാഷല്ല നമ്മളെ വിക്രം ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് മാഷ് അവിടേക്ക് വരികയാണ്. എന്നിട്ട് മാഷ് പറയാണ്, ഈ ചായ്പ് ജയിലിൽ നിന്ന് വന്നതിന് ശേഷം നീ ഈ ചായ്പ് ഉപയോഗിക്കുമ്പോൾ ഞാൻ കരുതിയത് ഏത് പാതിരിക്കും നിനക്ക് ഇറങ്ങിപ്പോകാനുള്ള ഒരു താവളമായി നീ ഉപയോഗിക്കുന്നതായിരിക്കും, അതുകൊണ്ടായിരിക്കും നീ ഇതിൽ താമസിച്ചതെന്നാണ് പറയുന്നത്. പക്ഷേ വിക്രം പറയാണ്, ഞാൻ അതിൻ്റെ ഉള്ളിൽ കിടന്നാൽ എനിക്ക് ഉറക്കാൻ വരില്ല, പിന്നെ അച്ഛനധികം ഫേസ് ചെയ്യാൻ വേണ്ടി വരില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ഉള്ളിലാക്കിയതെന്ന് പറയാൻ കേട്ടോ. എന്നാലും വിനായകൻ ഇതൊക്കെ ചെയ്തിട്ട് അവൻ എളിഞ്ഞ് നടന്നല്ലോ ഇത്രയും കാലം എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, വിനയേട്ടൻ പോലീസ് കേസാവുന്നൊന്നും വിചാരിച്ചിട്ടുണ്ടാവില്ല അച്ഛാ, പേടി കൊണ്ടായിരിക്കും പിന്നെ പറയാൻ, നീ ഇപ്പോഴും അവനെ ന്യായീകരിക്കുകയാണോ എന്ന് പറയാൻ കേട്ടോ. ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയും വിശേഷങ്ങളുള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.